സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഐസക് ആണെങ്കിൽ തന്റെ ജോലിയെ പറ്റിയും ഇനിയുള്ള അന്വേഷണത്തെ കുറിച്ചൊക്കെ തന്നെ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പാപ്പ ഇങ്ങനെ വിഷമിക്കല്ലേ, തകർന്നു പോവല്ലേ, അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ മോളെ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇനി എവിടെ പോയിട്ട് നമ്മൾ നന്ദനെയും ഋഷിയെയും കണ്ടുപിടിക്കും? അത് പിന്നെ എനിക്കും അറിയുന്നില്ല പാപ്പ, പക്ഷെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും, അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞ ഇസബല്ലയാണെങ്കിൽ വിഷമിക്കുന്നു. പിന്നീട് ഇതേ സമയം രജനിയാണെങ്കിൽ ചന്ദ്രോത്ത് വീട്ടിൽ വീണ്ടും കയറ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. രജനി പറയുന്ന ദേ ഇവൾ ഒറ്റൊരുത്തിയാണ് എന്റെ അനിയനെ മാറ്റാൻ കാരണം. അതുകൊണ്ടേ ഉത്തരവാദിത്തം ഏറ്റെടുത്തവർ തന്നെ ഉത്തരം പറയാനായിട്ടുള്ള ചുമതലയും ഏറ്റെടുക്കണം. മര്യാദയ്ക്ക് പറയേ എനിക്ക് എന്റെ അനിയൻ ഇപ്പൊ തന്നെ ജീവനോടെ കിട്ടണം എന്നൊക്കെ പറഞ്ഞ് അലറി വിളിക്കുമ്പോൾ ഗിരീഷ് ആണെങ്കിൽ രജനി ഒന്ന് ഒതുങ്ങ്, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത്? എല്ലാവരും ഒരേ വിഷമത്തിൽ തന്നെയല്ലേ? ആരെല്ലാവരും നന്ദനെ കൂട്ടിക്കൊടുത്തതും കൊല ചെയ്യാനായിട്ട് കൊടുത്തൊക്കെ നീ നിൽക്കുന്ന ദേവികയാണ്. ഇവളാണല്ലോ മാസ്റ്റർ പ്ലാന്. അതുകൊണ്ട് ഇവള് മറുപടി പറഞ്ഞേ മതിയാകൂ. ഇവിടെ എവിടേക്കാ എന്റെ അനിയനെ മാറ്റിയെന്ന്. പിന്നെ ഗിരി അധികം ഇടപെടാൻ നിൽക്കണ്ട, എന്റെ കൂടപ്പിറപ്പാണ് നന്ദൻ. എനിക്കില്ലാത്ത വിഷമം ഗിരിക്ക് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഗിരി ഇതിൽ മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. എല്ലാവരും ചേർന്ന് എന്റെ അനിയനെ കൊല്ലാൻ കൊടുത്തു, ഇപ്പൊ അവൻ ജീവിച്ചിരിപ്പുണ്ട്, എനിക്കത് അറിഞ്ഞാൽ മതിയാകൂ, പറയടി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ ദേ രജനി കുറെ ക്ഷമിച്ചു, ഇനി ദേവികയൊന്നും പറയരുത് എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥൻ രംഗത്തെത്തുകയാണ്. ഈ സമയം കണ്ടില്ലേ, മരുമകളെ ഒന്നും പറയരുത്, മകളെ എന്ത് വേണമെങ്കിലും പറയാം. അമ്മേ പറയ്, ഞാനാണോ ഇവളാണോ നിങ്ങളുടെ സ്വന്തം മോള്? അങ്ങനെ രജനി ഒന്നും മിണ്ടാതിരിക്കേ എന്ന് പറയും. ഗിരീഷേട്ടനൊന്നും പറയണ്ട, രജനി ചേച്ചിക്കുള്ളതുപോലെ തന്നെ എല്ലാവർക്കും വിഷമമുണ്ട്. എല്ലാവരും എന്ന് പറഞ്ഞാൽ അതിൽ നീ പെടുവോ? നിന്റെ അനിയത്തി വന്ന് പറഞ്ഞിരുന്നല്ലോ എന്റെ അനിയൻ ഡിവോഴ്സ് ചെയ്ത് നിനക്ക് ഫ്രീ ആവണമെന്നൊക്കെ. അപ്പോ നീ അവന്റെ ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ആരാണെന്ന് ചേച്ചിക്ക് അറിയില്ലേ? പിന്നെ ഡിവോഴ്സിന്റെ കാര്യം ഞാനും നന്ദും തീരുമാനിച്ചിട്ടില്ല. ഇനി എന്തായാലും ഞാൻ ഇവിടെ നിൽക്കുന്നില്ല അച്ഛാ, ഞാൻ പോവുകയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദേവിക ഇറങ്ങാൻ നിൽക്കുമ്പോൾ നിക്കടി അവിടെ എന്ന് പറഞ്ഞ് വീണ്ടും രജനിയാണെങ്കിൽ ദേവികയുടെ തലയ്ക്ക് മുകളിൽ കയറാൻ നോക്കുകയാണ്. എന്താ ചേച്ചി, എന്താ ചേച്ചിയുടെ പ്രശ്നം? നന്ദുവിനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലായിരുന്നു ഞാനും ഹരിയങ്കളും അച്ഛനും ഗിരീഷേട്ടനും അടക്കമുള്ളവർ. ഒരേ പാതയിൽ ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. അതിനിടയിൽ ചേച്ചി കയറി ഇങ്ങനെ ഓരോന്നും ചെയ്യല്ലേ, അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ചേച്ചി പറഞ്ഞല്ലോ ചേച്ചിയുടെ അനിയനാണ് നന്ദു എന്ന്. ഇന്ന് ആ നന്ദുവിനുമേൽ എനിക്കുള്ള അവകാശം ഈ നിൽക്കുന്ന അച്ഛനോ അമ്മയ്ക്കോ ആർക്കോ അല്ല. അവൻ എന്റെ ഭർത്താവാണ്. ഞാനും നന്ദു ഡിവോഴ്സിനെ പറ്റി ഇതുവരെയും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് എല്ലാവരെയും അറിയിക്കാം. അതുകൊണ്ട് നിയമപരമായിട്ട് എന്റെ ഭർത്താവാണ് നന്ദൻ. അവനെ രക്ഷിക്കാൻ ഏതറ്റം വരെ ഞാൻ പോകും. ഞാനിപ്പോ ചെല്ലുന്നതേ SP കാണാൻ വേണ്ടിയിട്ടാണ്. ചേച്ചി ചോദിച്ചല്ലോ നന്ദന് വേണ്ടിയിട്ട് എന്താ ചെയ്തതെന്ന്. ഞാനിപ്പോ ചെല്ലും, എന്നിട്ട് DYSPയുടെ അന്വേഷണം അത്ര നല്ല രീതിയിലല്ല പോകുന്നതെന്ന് SP പറയും. അത് തന്നെയാണ് ഈ ദേവിക ചെയ്യാൻ പോകുന്നത്. ഇത് ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല, ഹരിയങ്കളും അച്ഛനും എല്ലാവരും കൂടി ആലോചിച്ച തീരുമാനമാണ്. ഞങ്ങൾ ഇപ്പോ പരസ്പരം ചർച്ച ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എന്തായാലും റിസൾട്ട് ഉണ്ടാവും. എന്റെ നന്ദുവിനെ ഞാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് ദേവികയാണെങ്കിൽ ഹരിയോടും അതുപോലെ സിദ്ധാർത്ഥനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ ഗിരീഷ് പറയുന്നുണ്ട്, നിനക്കിപ്പോ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ദേവികയുടെ വായിൽ നിന്ന് കേൾക്കേണ്ടത്? അങ്ങനെ രജനി നാറിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഗിരി മോളെ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞ് വേഗം തന്നെ പ്രഭാവതി അവളെയും കൂട്ടിയിട്ട് അകത്തേക്ക് പോവുകയാണ്. പിന്നീട് നന്ദനെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകളാവട്ടെ അവനെ ക്രൂരമായി തന്നെ മർദ്ദിക്കുന്നുണ്ട്. നന്ദനാണെങ്കിൽ ബോധമില്ല, മുഖത്തെല്ലാം തന്നെ തല്ലിയതിന്റെ പാടും. എടാ നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവരാണെങ്കിൽ നന്ദന്റെ മുടിയൊക്കെ പിടിച്ച് വലിക്കുകയാണ്. നന്ദനാണെങ്കിൽ ആരാണ് എന്താണെന്ന് പോലും അറിയുന്നില്ല. അവൻ വീണ്ടും അബോധാവസ്ഥയിലേക്ക് പോകും. അങ്ങനെ മുരളിയാണെങ്കിൽ നന്ദനെ അന്വേഷിക്കാനായിട്ട് തന്റെ സർക്കിളിലുള്ള ആൾക്കാരോടൊക്കെ പറയുന്ന സമയത്ത് വേഗം തന്നെ ഗൗരി വന്ന് പറയുന്നുണ്ട്, മുരളിയേട്ടാ ഇതൊട്ടും ശരിയായിട്ടുള്ള രീതിയല്ല, എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ അറിയിക്കേണ്ടവരെ അറിയിക്കണം, പോലീസിനെ അറിയിക്കേ. മുരളി പറയുന്നുണ്ട്, ഇല്ല ഗൗരി, ഇത് വലിയ കേസാവും, കാരണം ഒളിച്ചു കളിക്കായിരിക്കും പോലീസ് കേസെടുക്കാൻ പോകുന്നത്, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ശാരിക മുരളിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. മുരളിയേട്ടാ ചേച്ചി അടുത്തുണ്ടോ? ഇത്ര നേരമായിട്ടും വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഇന്ന് രാവിലെ ആകെ വെപ്രാളപ്പെട്ടാണ് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത്. എന്താ മുരളിയേട്ടാ, എന്താ കാര്യം? ശാരിക ഒന്നുമില്ല, ചേച്ചി ഒരു മീറ്റിങ്ങിലാണെന്ന് തോന്നുന്നത്. ഇല്ല മുരളിയേട്ടൻ അറിയാം എന്താ കാര്യം പറയും. അത് നന്ദനെ കാണുന്നില്ല. എന്താ പറഞ്ഞ്? അങ്ങനെ മുരളിയാണെങ്കിൽ നടന്ന സംഭവങ്ങളൊക്കെ തന്നെ പറയുന്നു. ഈ സമയം നന്ദനെ കുറിച്ച് കേട്ടുകൊണ്ട് മാധവൻ അങ്ങോട്ട് വരുന്നുണ്ട്. ശാരിക വേഗം തന്നെ ഫോൺ കട്ട് ചെയ്യുകയാണ്. എന്താ മോളെ നന്ദനെ കുറിച്ച് എന്താ സംസാരിക്കുന്നത്? അത് എന്റെ കൂടെ പഠിച്ച മഞ്ജു റിവിഷൻ ക്ലാസ്സിലെ അവളായിട്ട് സംസാരിക്കുകയായിരുന്നു. അവളെന്തിനാ നന്ദനെ കുറിച്ച് സംസാരിക്കുന്നത്? ഒന്നുമില്ല വെറുതെ. എന്നിട്ട് നിങ്ങൾ കാര്യമായിട്ട് എന്താണല്ലോ പറഞ്ഞത്? ഒന്നുമില്ല അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് ശാരികയാണെങ്കിൽ അകത്തേക്ക് കയറി പോവുകയാണ്. മാധവനാണെങ്കിൽ എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നുണ്ട്. പിന്നീട് ദേവികയാണെങ്കിൽ SP കണ്ട് കാര്യങ്ങൾ പറയുകയാണ്. തന്റെ ഭർത്താവിനെ കാണുന്നില്ലെന്നും ആഴ്ചകൾക്ക് മുന്നേ കംപ്ലൈന്റ് കൊടുത്തിട്ടും DYSPയുടെ ഭാഗത്തു നിന്നും യാതൊരു നീക്കവും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഐസക്ക് ഞാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട്, അയാൾ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് എത്തുമെന്ന്. അപ്പോഴേക്കും ഐസക്ക് അങ്ങോട്ട് വരികയാണ്. ദേവികയോട്
ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുമ്പോൾ ദേവിക അങ്ങ് പുച്ഛത്തോട് കൂടിയിട്ട് അത് തള്ളിക്കളയാണ്. ഈ MLA-യുടെ ഭർത്താവിനെയാണ് കാണാതായിരിക്കുന്നത്. എന്നിട്ട് ഇത്രയും ദിവസം എന്തുകൊണ്ട് അന്വേഷണത്തിൽ ഒരു നീക്കവും ഉണ്ടായില്ല? നിനക്ക് വല്ല പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടോ ഐസക് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അയ്യോ സാറേ അങ്ങനെയൊന്നുമില്ല, അന്വേഷണം പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നു? തന്റെ വീട്ടിലെ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാ ഫംഗ്ഷനും താൻ അറ്റൻഡ് ചെയ്യുന്നില്ലേ? വീട് കാച്ചല് പാല് കാച്ചല് എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇവിടുത്തെ MLA-ക്ക് ഇത് അവസ്ഥയെങ്കിൽ പൊതുജനങ്ങളുടെ കാര്യം എന്താണെന്നൊക്കെ ദേവിക ചോദിക്കുമ്പോൾ, മേഡം പേടിക്കേണ്ട, എത്രയും പെട്ടെന്ന് മേഡത്തിന്റെ ഭർത്താവിനെ ഇയാൾ തന്നെ കണ്ടെത്തി തരും. അങ്ങനെ കണ്ടെത്തി കൊടുത്തില്ലെങ്കിൽ തനിക്ക് സസ്പെൻഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഐസക്കിനെ ഭീഷണിപ്പെടുത്തുകയാണ്. അയ്യോ സാറേ, ഞാൻ എന്തായാലും കണ്ടെത്തും, ഇന്ന് തന്നെ ഞാൻ അതിനുള്ള കാര്യങ്ങൾ തുടങ്ങും, സ്ട്രോങ് ആയി തന്നെ. അപ്പൊ ഇതുവരെയും തുടങ്ങിയിട്ടില്ല എന്നാണ് അർത്ഥം. അല്ല സാറേ, സാർക്ക് അറിയാലോ ഞാൻ സർവീസിൽ ഒരുപാട് നീതി പുലർത്തുന്ന ആളാണെന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് ഒറ്റ കാരണം കൊണ്ടാണ് തന്നെ വിട്ടുവയ്ക്കുന്നത്. മര്യാദയ്ക്ക് MLA-യുടെ ഭർത്താവിനെ കണ്ടുപിടിച്ച് കൊടുത്തേക്കണം, അത് ഞാൻ പറയുന്ന സമയത്തിനുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഐസക്കിനെ ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെ അയാൾ അവിടെ നിന്നും പോകുന്നുണ്ട്. MLA ധൈര്യത്തോടെ ഇരിക്കുന്നു പറഞ്ഞുകൊണ്ട് SP ആണെങ്കിൽ സമാധാനിപ്പിക്കുന്നു. പിന്നീട് ശാരികയാവട്ടെ കെവിനെ വിളിച്ചു വരുത്തുന്നുണ്ട്. കെവിനാണെങ്കിൽ ശാരികയോട് ചോദിക്കുകയാണ്, എന്താ ശാരി പെട്ടെന്ന് വിളിച്ചു വരുത്തിയത്? ഇയാളോട് എങ്ങനെയാ നന്ദേട്ടൻ എവിടെയെന്ന് ചോദിക്കുക? സംശയം വലുതാകുമോ എന്ന് ശാരിക മനസ്സിൽ ചിന്തിക്കുമ്പോൾ കെവിൻ ആണെങ്കിൽ ഋഷി എവിടെയുണ്ടെന്നുള്ള സത്യം ഇവൾക്ക് അറിയാമായിരിക്കോ എന്നിങ്ങനെ അവനും ചിന്തിക്കുന്നു. അല്ല, നമ്മളുടെ ബന്ധം അത്ര സന്തോഷകരമായിട്ട് പോകുമെന്ന് തോന്നുന്നില്ല. അതെന്താ ശാരിക ഇപ്പൊ അങ്ങനെ തോന്നാൻ? എന്ത് പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ, അതല്ല, കെവിനേട്ടനോട് ഒരു കാര്യം ഞാൻ ആവശ്യപ്പെട്ടിട്ട് ഇതുവരെയും നടത്തി തന്നിട്ടില്ല. എന്ത് കാര്യം ശാരി ഉദ്ദേശിക്കുന്നത്? നന്ദേട്ടൻ എവിടെ? നന്ദേട്ടൻ കെവിനേട്ടന്റെ കൂടെ അല്ലേ ഉള്ളത്? അയ്യോ, ശാരി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ കൂടെ ഒന്നും നന്ദനില്ല. ഉണ്ടെങ്കിൽ ഞാൻ ശാരിയോട് പറയില്ലേ? ഏയ്, എന്നോട് കള്ളം പറയുക. നന്ദേട്ടനെ കെവിനേട്ടന്റെ കൂടെ വെച്ചിട്ട് എന്നോട് എന്തോ മറച്ചു പിടിക്കാനായിട്ട് കെവിനേട്ടൻ ശ്രമിക്കുന്നുണ്ട്. ഇല്ലെന്നേ, ഞങ്ങളും നന്ദിനെ അന്വേഷിച്ചുള്ള യാത്രയിൽ തന്നെയാണ്. ഈ ഞങ്ങളെന്ന് പറയുന്നത് ആ ഇസബലയാണോ? ആ അതേന്നേ, ഇസബലയും ഞാനും തന്നെ. എന്നിട്ട് നന്ദേട്ടനെ പെട്ടെന്ന് കാണാതെയായല്ലോ. അതിന് നന്ദൻ എവിടെയായിരുന്നെന്ന് ശാരികയ്ക്ക് അറിയുമ്പോൾ, അല്ല, ചന്ദ്രോത്ത് വീട്ടിൽ കിടന്നിറങ്ങുന്ന നന്ദേട്ടനെ പെട്ടെന്ന് കാണാതെയായില്ലേ, അതിനെക്കുറിച്ചാ പറയുന്നത്. നന്ദേട്ടൻ എവിടെ? ഒരുപാട് അന്വേഷണങ്ങൾക്കൊടുവിലും ഒന്നും കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ലല്ലോ. ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? അങ്ങനെ കെവിൻ പറയുന്നുണ്ട്. നന്ദന്റെ മിസ്സിങ്ങിന് പിന്നാലെ മറ്റാരുമല്ല ശാരിക, ഞങ്ങൾക്കാർക്കും ഒരറിവുമില്ല. അതുകൊണ്ട് തന്നെ ചന്ദ്രോത്ത് വീട്ടുകാർ തന്നെയായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ശാരികയാണെങ്കിൽ ഞെട്ടുകയാണ്. കാരണം ശത്രുക്കൾക്ക് പോലും ചന്ദ്രോത്ത് വീടിനെ അല്ലെങ്കിൽ അവരുടെ പ്ലാനിനെ സംശയമായി തുടങ്ങി എന്നിങ്ങനെ മനസ്സിലാവുകയാണ്. അപ്പൊ കാത്തിരിക്കാൻ നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട് ബൈ.